ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നാണല്ലേ ക്രിസ്മസൊക്കെ ആയത്. അങ്ങനെ ഈ വർഷം തീരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ക്രിസ്മസ് ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. സത്യത്തിൽ ഇന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇവിടെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചൊരു വീഡിയോയിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിൻ്റെ. അപ്പോൾ ഈ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തരാം. അതേപോലെ നമ്മുടെ ഓണം വിഷു അങ്ങനെയുള്ള പരിപാടികൾക്ക് ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് പാചകങ്ങളോ അങ്ങനെയുള്ള ഒരു തിരക്കും പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. വെറുതെ ഇരിക്കുക, കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ. ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ദേ രാവിലെ എണീറ്റു. അജു മാത്രം എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ ദേ അവിടെ പതിപോലെ ഹെയ്തി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി ഞാൻ എണ്ണയ്ക്ക് ഇട്ടിട്ട്, അപ്പോൾ മുടിയിലൊന്ന് എണ്ണയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചു. നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു സ്കാൽപ്പ്. അപ്പോൾ ഞാൻ ഈ എണ്ണ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നിലാസ് ഹെർബ്സിലെ നില ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞ ചാനലുണ്ടല്ലോ, ആ ചാനലിൽ അവരുടെ കമ്പനിയിലെ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹോമിയോൻ്റെ കുപ്പിയിലാക്കിയിട്ട് അത് അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അതാകുമ്പോൾ എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തലയിൽ ഇങ്ങനെ സൂപ്പറായിട്ട് ഇടാൻ പറ്റും. ചെണ്ടിൽ പോയി കൊട്ട്. ഞാൻ ദേ അവിടെ ഇരുന്നപ്പോൾ അജു ദേ എന്തൊക്കെയോ ഒന്ന് തപ്പിക്കൊണ്ടും പോയി. പിന്നെ ദേ കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ദേ ഒരു വടി എടുത്തുകൊണ്ടും വന്നിട്ടുണ്ട്. അരി വെക്കുന്ന പാത്രമാണ് കേട്ടോ അത്. അതിലിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ദേ കുറച്ച് നേരം എണ്ണയ്ക്ക് ഇട്ട് തലയൊക്കെ മസാജ് ചെയ്ത് ജെൻ്റലായിട്ട് പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത്, പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും എല്ലാവരും വീട്ടിലുണ്ട്. കാരണം ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ആർക്കും പോകണ്ട. അപ്പോൾ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് കേട്ടോ. കാരണം പാചകമൊന്നും നമുക്ക് ഇല്ല. അങ്ങനെ പിന്നെ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാമൻകുട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവനൊന്ന് ചില്ലാക്കാൻ വേണ്ടി ദേ അവനും എൻ്റെ മടിയിലൊക്കെ കിടക്കുകയാണ്. അവനെ ഞാൻ പോയി എടുത്തു. അങ്ങനെ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു പുന്നാര സീനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ദേ അവനും ഹെയ്തി കണ്ടാണ് ആ കിടക്കണത് കേട്ടോ. ഹെയ്തി ഇവിടെ ദേ കണ്ട് എനിക്ക് ഈ എപ്പിസോഡൊക്കെ മതിയായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കുറച്ചേരം ഇരുന്നപ്പോൾ ഞാൻ അവന് പല്ല് തേക്കാമെന്ന് പറഞ്ഞു. ദേ രാമൻകുട്ടനും ഞാനും പല്ല് തേക്കാനായിട്ട് എടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർക്ക് ആദ്യം മമ്മാർത്തിൻ്റെ ടൂത്ത് പേസ്റ്റായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് മാറ്റിയിട്ട് കിഡോഡെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പിള്ളേർക്ക് ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും പേസ്റ്റിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ വിശേഷമുള്ളത്, അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചു. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിപ്പ് തന്നെ കേട്ടോ. കുളിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള പ്ലാനിലാണ് ഞാനീ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ദേ രാമനെ പല്ലേപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് അജുക്കുട്ടനെ പല്ലേപ്പിക്കും. അങ്ങനെ ദേ അജിക്കുട്ടൻ വന്ന് ക്യാമറയൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു. അത് ഇനി അവൻ ഞാൻ പല്ലേപ്പിക്കാൻ കേട്ടോ. അങ്ങനെ അവൻ ശരിക്കും പറഞ്ഞാൽ പല്ല് തേക്കല്ല ചെയ്യാറ്, പേസ്റ്റ് തിന്നെയാണ് ചെയ്യാറ്. അവൻ എപ്പോൾ കൊടുത്താലും അവന് തന്നെ ചെയ്യണം. എന്നിട്ട് അവൻ ആ പേസ്റ്റൊക്കെ തിന്നതിന് ശേഷമാണ് പല്ലിലിട്ട് ഇങ്ങനെ എന്താ പറയുക തേക്കുള്ളൂ. പിന്നെ പതിപോലെ പരിപാടി. സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൂമിൽ കഴിഞ്ഞു. അങ്ങനെ പേരടിച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും അവിടെ അടിപൊളിയായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. രണ്ടാമത്തെ റൂമിൽ വന്നു. അവിടെയും ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അവിടെയും വിരിച്ചു. അവിടെയും റെഡി ആയിട്ടുണ്ട്. പേരയൊക്കെ അടിച്ചു. പിന്നെ പതിപോലെ ഹാളടിച്ചു. വേറെ ഒരു റൂമും കൂടി ഉണ്ട്, അതൊക്കെ അടിച്ചു. എല്ലാം സെറ്റാക്കി ഇങ്ങനെ പേര അടിച്ച് തീരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്ത് വീട്ടിലുള്ള അപ്പച്ചൻ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റൂ കറിയും, അതായത് ഇറച്ചിയുടെ സ്റ്റൂ കറിയും പിന്നെ പഴം പുഴുങ്ങിയതും വെള്ളയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നെ ആ പ്ലാൻ ഞാനങ്ങോട്ട് മാറ്റി. കാരണം ഫുഡിന് നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ കുളിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും ആ ചൂടൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ വേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ 4 വെള്ളയപ്പവും സ്റ്റൂ കറി ആവശ്യത്തിനുള്ളതിരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും വെറുതെ കിടന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാൻ പോയത്. അതായത് തിന്ന് കഴിഞ്ഞാൽ ഉടനെ എന്നെ കുളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ? പിന്നെ എപ്പോഴും ബ്രെഡും ഉണ്ടാവട്ടെ. ഈ പ്രാവശ്യം പക്ഷേ ബ്രെഡ് ഉണ്ടായിരുന്നില്ല. അപ്പം വൈകുന്നേരം ബ്രെഡും സ്റ്റൂവും കഴിക്കാൻ വേണ്ടി അച്ഛനോട് ബ്രെഡ് വാങ്ങിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നതിന് പോയി കുളിച്ചൊക്കെ വന്നു. അപ്പോൾ ഇതിക്ക് മുന്നേ രാമനെ മാത്രമേ ഞാൻ കുളിപ്പിച്ചുള്ളൂ. അജുവിനെ കുളിപ്പിക്കാൻ വിളിച്ചിട്ട് അവൻ വന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഡ്രൈയിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ സ്കിന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പോൺസിൻ്റെ
എന്താ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോൺസിൻ്റെ യൂസ് ചെയ്യുന്നത്. ഫോക്സ് ടെയിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള മോയ്സ്ചറൈസറൊക്കെ കഴുത്തിൽ മുഖത്തിലൊക്കെ ഇട്ട് ഒന്ന് മസാജൊക്കെ ചെയ്തു. അതിന് പിന്നെ ഞാൻ നമ്മുടെ ലിപ് ബാം ഇട്ടു. ഞാൻ ഇടുന്നത് മറ്റേ മെബലൈൻ്റെ ലിപ് ബാം ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ലിപ് ബാം ഇഷ്ടപ്പെടാൻ കാരണം അത് ടിൻഡർ ലിപ് ബാമാണ്. അപ്പോൾ നമ്മുടെ ചുണ്ടിന് ചെറിയൊരു കളർ തന്നെ പോലെ തോന്നും. അപ്പോൾ ഞാൻ ആ ലിപ് ബാമാണ് കുറേ വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ചാലും ആ ലിപ് ബാമേ ഞാൻ വാങ്ങാറുള്ളൂ. അങ്ങനെ ഇതേ ലിപ് ബാമൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി ഇതേ മുടിയൊക്കെ ഒന്ന് ഏരി അങ്ങനെ സെറ്റായി. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ വീണ്ടും കുറച്ച് നേരം ഫോണൊക്കെ കണ്ടിട്ട് വീണ്ടും കുറേ നേരം പോയി കിടന്നു കേട്ടോ. അങ്ങനെ 11-11:30 ആയപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. ഞാനൊരു 12:30 കഴിഞ്ഞപ്പോഴേക്കാണ് ഫുഡ് കഴിക്കാൻ എണീറ്റത് കേട്ടോ. അതിന് മുന്നേ അമ്മ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കൊണ്ടുവന്ന് തന്നത് ചോറും ചിക്കൻ വറുത്തതും പിന്നെ ചെമ്മീനും മാങ്ങയും കൂടി ഒരു കറിയും അച്ചിങ്ങയും പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെമ്മീൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെമ്മീനും ചിക്കൻ വറുത്തതാണ് എടുത്തത്. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ പുളിയുള്ള കറികളും പുളിയുള്ള ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീൻ എടുത്തപ്പോൾ പുളി ആയതുകൊണ്ട് എനിക്കെന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ മീൻ അങ്ങനെ കൂട്ടൂല. എന്നാലും ഞാൻ 2 കഷ്ണം മീനും കൂടി എടുത്തിട്ടാണ് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. രാജിക്കുട്ടനെ അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കിടക്കാൻ ഇവന്മാരെ സമ്മതിച്ചില്ല. എന്തോ ബലൂൺ വീർപ്പിച്ചിട്ടത് ഓരോ പ്രാന്തുകളാണ് ഈ കാണാൻ. അവന് ചെവിയിൽ കെട്ടിക്കൊടുക്കണം പോലും. അങ്ങനെ ഞാൻ ചെവിയിൽ എങ്ങനെയൊക്കെ വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം പിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീണ്ടും ഞാൻ എന്നാലും പോയി കിടന്നു. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് ഞങ്ങൾ പഴം തിന്നോട്ടോ. അതായത് സോറി, രാവിലെ നമുക്ക് പഴം പുഴുങ്ങിയത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് അതിന് പഴം പുഴുങ്ങിയത് കഴിച്ചു. അപ്പോൾ അതുപോലെ ഹെയ്തി തന്നെ ഞാൻ വല്ല സിനിമ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ടാണ് TV വെച്ചത്. ഇവന്മാർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ചിട്ട് പുറത്ത് പോയിരുന്നു. അങ്ങനെ പിന്നെ അത് അച്ഛൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബ്രെഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഐസ്ക്രീം കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മറ്റേ ചോക്കോബാറായിരുന്നു കേട്ടോ. അങ്ങനെ ചോക്കോബാറൊക്കെ കഴിച്ചിരുന്നു. വീണ്ടും ഈ വെറുതിരിപ്പ് തന്നെ. ക്രിസ്മസ് ആയിട്ട് വെറുതിരിപ്പ് വെറുതിരിക്കുക കിടക്കുക ഫോൺ നോക്കുക, ഇതൊക്കെ തന്നെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ വിളക്ക് കത്തിക്കുന്ന സമയമായപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് അമ്മ നാമം ചൊല്ലോട്ടോ. ഇവന്മാർ സമ്മതിക്കൊന്നുമില്ല നാമം ചൊല്ലാനായിട്ട്. കണ്ടില്ലേ അപ്പോഴും ഹെയ്തി വെച്ചിട്ട് അവിടെ ഓരോരോ കോപ്രായങ്ങളും വിഷം കെട്ടും കളിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ വെച്ചിട്ട് ഓരോന്ന് കാണിക്കുന്നു, കിടന്ന് കാണിക്കുന്നു, അങ്ങനെ ഓരോരോ പരിപാടികളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നാത്തൂനും മക്കളും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ പിള്ളേരെ ഉറക്കിയിട്ടാണ് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ ഉറക്കിയിട്ട് ഞാൻ ബ്രെഡും സ്റ്റൂ കറിയും കഴിച്ചു. അത് കഴിഞ്ഞത് ഇപ്പോൾ അതേപോലെ മുഖമൊക്കെ കഴുകി വന്നു. ഈ ലിപ് ബാം കണ്ടോ, ഞാൻ രാവിലെ ഇട്ടതിന് ശേഷം അജുവിന് വേണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ജസ്റ്റ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അതെല്ലാം കൂടി എടുത്ത് തോണ്ടി ആകെ ഒരു പരിവാക്കി വെച്ചേക്കാണ്. അങ്ങനെ അതൊക്കെ ഇത്തിരി കൈ കൊണ്ടെടുത്തൊക്കെ ഇട്ടു, മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ കിടക്കാൻ പോയിട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെവിടെയെങ്കിലുമൊക്കെ പോയോ? ഞങ്ങളൊന്നും പോയില്ല. നിങ്ങളുടെ ക്രിസ്മസ് വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെവിടെയൊക്കെ പോയി? ഞങ്ങൾക്കൊന്നും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പോയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.